നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, ഇറ്റ്സ് ഓവർ ഫോർ ലാമിനെ യമാൽ. ഈ സീസൺ കഴിഞ്ഞു. യമാലിന് ഇനി ഈ സീസൺ കളിക്കാൻ പറ്റില്ല. പരിക്കേറ്റ് അദ്ദേഹം കളിക്കളത്തിന് പുറത്താണ്. ഇനി കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. വേൾഡ് കപ്പിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ബാഴ്സലോണ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ലാമിനെ യമാൽ വിൽ ബി ഔട്ട് ഫോർ ദി റെസ്റ്റ് ഓഫ് ദി സീസൺ വിത്ത് ബാഴ്സലോണ വിത്ത് ദി ഹാംസ്ട്രിങ് ഇഞ്ചുറി. എന്തായാലും ബാഴ്സയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. അതിൽ പറയുന്നത് ഫസ്റ്റ് ടീം പ്ലെയർ ലാമിനെ യമാലിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ടെസ്റ്റിൽ നിന്ന് കൺഫേം ചെയ്യാൻ പറ്റിയിരിക്കുന്നത് താരത്തിൻ്റെ ഇടത് കാലിൽ ബൈസെപ്സ് ഫെമോറിസിന് ഇഞ്ചുറി ഉണ്ട്. സോ ദി പ്ലെയർ വിൽ ഫോളോ എ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അദ്ദേഹം ഫോളോ ചെയ്യും. അദ്ദേഹത്തിന് ഈ സീസണിൻ്റെ ബാക്കി മത്സരങ്ങൾ നഷ്ടമാകും. ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അവൈലബിൾ ഫോർ ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിന് താരം അവൈലബിൾ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിപ്പോൾ FC ബാഴ്സലോണ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ സീസണിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗം ഇനിയിപ്പോൾ ലാലിഗ കിരീടമാണ്, അതിലേക്കുള്ള ബാഴ്സയുടെ പ്രയാണമാണ്. ആ സമയത്ത് താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി ഈ സീസൺ കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എൽ ക്ലാസിക്കോ അടക്കമുള്ള മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതേസമയം ആശ്വാസകരമായിട്ടുള്ള കാര്യം, താരം വേൾഡ് കപ്പിന് അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ബാഴ്സയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.